ഹേ ഗായ്സ്, BCUTസിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം BC. ദ ബോയ്സ് എന്ന സീരീസ് നിങ്ങളെല്ലാവരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തൊരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ജൂലൈ 6 എയറായ ബോയ്സ് സീസൺ 4 6th എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഒരുപാട് നേരം ആലോചിച്ചു. സോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. വൺ ഓഫ് ദ എന്താ പറയുക ഡേറ്റിയസ്റ്റ് ആൻഡ് അഗ്ലിയസ്റ്റ് ക്രീപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു ഈ സീസൺ 4 6th എപ്പിസോഡ്. ഒരുപാട് കഥാപാത്രങ്ങൾ അകത്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ജെൻ വി എന്ന സീരീസ് കാണുന്നവർക്ക് അറിയുമ്പോൾ ബോയ്സിൻ്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആയിരുന്നു. സോ അതിൽ വന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. ഈ സീരീസ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ക്രീപ്പിയൻസിൻ്റെ അപ്പുറം തന്നെ പോയിട്ടുണ്ട്. ഡയറക്റ്റായിട്ട് വന്നിട്ട് പല ആൾക്കാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു എപ്പിസോഡ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കഥ നോക്കുകയാണെങ്കിൽ ടെക്നേറ്റ് എന്നൊരു കഥാപാത്രം എല്ലാവർക്കും അറിയായിരിക്കും. ജെൻ വിയിൽ അപ്പിയർ ആയിട്ടുണ്ടാവും. ആൻഡ് പുള്ളി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാനിൻ്റെ ഒരു റിപ്പ് ഓഫ് കഥാപാത്രമാണ്. ബാറ്റ്മാനെ ഇൻസ്പയർ ചെയ്തെടുത്തൊരു റിപ്പ് ഓഫ് കഥാപാത്രമാണ് ടെക്നേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിയുടെ ഫെറ്റിഷ് എന്താണെന്നുള്ള കാര്യം ജെൻ വി തന്നെ കാണിച്ചിട്ടുണ്ടാവും. സോ ഈ ഒരു എപ്പിസോഡിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹോംലാൻഡർ നിർദ്ദേശം ടെക്നേറ്റ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടാവും. അതായത് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ആർമി, അതിലുള്ള ആൾക്കാരെല്ലാം കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുമ്പുള്ള എപ്പിസോഡിൻ്റെ അകത്ത് ഈ സൂപ്പർ ഹീറോസ് വേൾഡ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മളെ ഹോംലാൻഡർ ഒരു ചെറിയൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടാവും. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വെക്കുന്നത്. സോ ഇപ്പോൾ നമ്മളുടെ ബോയ്സ് ടീമിലുള്ള മമ്മ സ്മിക്കിൻ്റെ അണ്ടറിലുള്ള അവർ നമ്മളെ ഹ്യൂയും ബാക്കിയുള്ള ടീംസും കൂടെ ഇവിടെ എന്താണ് നടക്കുന്നുള്ള കാര്യം അറിയാൻ വേണ്ടി അവിടെ പോകുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. സോ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മളെ ഹ്യൂയുടെ അച്ഛൻ മരിച്ചിട്ട് ഹ്യൂ അതിൻ്റെ ഒരു ചെറിയ ഷോക്കിലായിരിക്കും ഇതിനുണ്ടാവുക. സോ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുകയാണെങ്കിൽ വെബ് വീവർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി മോശമാണ് പോകുന്നത്. സോ വെബ് വീവർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഒരു റിപ്പ് ഓഫ് ക്യാരക്ടറാണ്. സോ അഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ഡേർട്ടി ആയിട്ട് സ്പൈഡർമാനെ കാണിച്ചിട്ടുണ്ടാവും. നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോമിൻ്റെ അകത്ത് നമ്മളുടെ ആൻഡ്രൂ ഗാർഫിൻ്റെ സ്പൈഡർമാൻ നമ്മളുടെ സ്പൈഡർമാൻ്റെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് കയ്യിൽ നിന്ന് മാത്രമേ വെബ് ഉണ്ടാവൂ എന്നുള്ളത്. സോ ഇതിൽ വെബ് വീവർ എന്ന കഥാപാത്രത്തിന് ബാക്കിൽ നിന്ന് വെബ് വരുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. ബാക്കിൽ നിന്ന് ബാക്ക് ബോണിൽ നിന്ന് നട്ടലിൽ നിന്ന് വെബ് വരുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ആ കഥാപാത്രം ഭയങ്കര ക്രീപ്പി ആയിട്ടുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു കഥാപാത്രം ഡിസ്കൈസ് ചെയ്തിട്ട് ഹ്യൂയെ നോക്കുകയാണെങ്കിൽ വെബ് വീവർ ഡിസ്കൈസ് ആയിട്ട് ഈ ടെക്നേറ്റിൻ്റെ പാർട്ടിക്ക് അത് പോകുമ്പോൾ അവിടെ നമ്മൾ ടെക് കേവിൻ്റെ അകത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് ടെക് കേവ് ഒന്നുമല്ല, ആക്ച്വലി ഇത് വേറെന്തോ ഒരു കേവാണ്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഈ എപ്പിസോഡ് കണ്ടവർക്ക് ഇത് ആക്ച്വലി എത്ര ക്രീപ്പിയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അവിടെ പോയിട്ട് നമ്മൾ ഹ്യൂയെ ടോർച്ചർ ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ടാവും. ആൻഡ് ഈ ഹ്യൂയെ ടോർച്ചർ ചെയ്യുന്ന സീനൊക്കെ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിരിക്കും. എപ്പിസോഡ് ഫുള്ളാണ് എടുത്ത് വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഈ ടോർച്ചർ നിർത്താൻ വേണ്ടി ഒരു സേഫ് വേർഡ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹ്യൂയ്ക്ക് ആ കാര്യം അറിയത്തില്ല. കാരണം ഹ്യൂയി മറ്റൊരു കഥാപാത്രമായിട്ട് ഇവിടെ വേഷം പറയാൻ വന്നിരിക്കുന്നത്. സോ ഭയങ്കര ക്രീപ്പി ആയിട്ടുണ്ടാവും. ആൻഡ് എപ്പിസോഡിൻ്റെ അവസാനം ആ സേഫ് വേർഡ് സിൻഡയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്പൈഡർമാൻ്റെ ഒരു കോപ്പി ക്യാരക്ടറാണ് വെബ് വീവർ. ഇപ്പം നമ്മളെ സ്പൈഡർമാൻ്റെ അഭിനയിക്കുന്നത് ടോം ഹോളണ്ടാണ്. ടോം ഹോളണ്ടിൻ്റെ ഗേൾഫ്രണ്ടാണ് സിൻഡയ. ആ തരത്തിൽ പോയിട്ടുള്ള ഒരു എന്താ പറയുക അത്ര ഇറങ്ങി വന്നുള്ള പേഴ്സണൽ അറ്റാക്ക് വരെ നടന്നിട്ടുണ്ടാവും. പക്ഷെ അത് കാണാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ചിരി വരും. പക്ഷെ അതുപോലെ തന്നെ ഭയങ്കര ക്രീപ്പി ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. എസ്പെഷ്യലി ഇങ്ങനെ ഫയർ ക്രാക്കർ അതുപോലെ തന്നെ ഹോം ഡാനിലുള്ള സീനൊക്കെ കാണാൻ നേരത്ത് ഇതൊക്കെ ഒരു സീരീസിൻ്റെ അകത്ത് എങ്ങനെ എടുത്തുകൊണ്ട് വന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ളൊരു സീനായിരിക്കും. ആൻഡ് ആ സീൻ മനസ്സിലായി തീർച്ചയായിട്ടും താഴെ എന്തെങ്കിലുമൊക്കെ കാണിക്കുക. ആ തരത്തിലുള്ളൊരു എപ്പിസോഡായിരിക്കും. ഈ എപ്പിസോഡ് ഭയങ്കര ക്രേസി ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ആൻഡ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. സോ ഇതിന് ശേഷം ഫയർ ക്രാക്കറിനും ഹോംലാൻഡറിനും ഒരു റിലേഷൻഷിപ്പ് പോകുമ്പോൾ അതൊരു റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. സോ ഹ്യൂ നോക്കിയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇതിനൊക്കെ ശേഷം നോക്കിയാണെങ്കിൽ നമ്മളുടെ ബുച്ചർ നോക്കുകയാണെങ്കിൽ ഇല്യൂഷൻ. ബുച്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടാവും. അതൊരു ഇല്യൂഷനാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ കാണുമ്പോൾ തന്നെയാണ് ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ഒരു ഇല്യൂഷൻ മാത്രമാണ്. പുള്ളിയുടെ അടുത്ത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ പഴയ സിനിമയിലെ കാണുമ്പോൾ ഈ രണ്ട് ഡാർക്ക് ഏഞ്ചൽ, റെഡ് ഏഞ്ചൽ, വൈറ്റ് ഏഞ്ചൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടന്ന് തന്നെ ഒരു ഇല്യൂഷൻ മാത്രമാണ് കഥാപാത്രം എന്ന് തെളിയിച്ചിട്ടുണ്ടാവും. സോ നെക്സ്റ്റ് എപ്പിസോഡ് ഭയങ്കര ക്രേസി ആയിട്ടുണ്ടാവും. സോ കണ്ടവർ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ എപ്പിസോഡ് എത്രമാത്രം ക്രീപ്പി ആയിരുന്നു, ഇല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം കാണാം. അതുവരെയും ദിസ് വിഷ്ണു സൈനിങ് ഓഫ്.